ഹായോ ഇന്ന് നമ്മൾ സ്പാർസ് മെട്രിക്സിൻ്റെ അറേ യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രോഗ്രാമാണ് നോക്കുന്നത്. അപ്പം സ്പാർസ് മെട്രിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സും നോൺ സീറോ ആയിരിക്കും. അപ്പം അത് അറേ യൂസ് ചെയ്ത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അറേ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് 3 റോ ഉള്ള ഒരു അറേ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ റോയിൽ നമ്മൾ എന്താണ് ഏതാണോ നോൺ സീറോ എലമെന്റ് അതിന്റെ റോ വാല്യൂ, ദെൻ കോളം വാല്യൂ, പിന്നെ ലാസ്റ്റ് റോയിൽ ആ വാല്യൂ എത്രയാണോ അത്. അതായത് 3 ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടെങ്കിൽ 3യുടെ എന്താണ് റോ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 0th റോ 0, ദെൻ കോളം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 1 2, ദെൻ വാല്യൂ കറസ്പോണ്ടിങ്, അതായത് അവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 3. അങ്ങനെയായിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഞാൻ സ്പാർസ് മെട്രിക്സ് അറേ യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം മെയിൻ ഫംഗ്ഷനിൽ ആദ്യം നമുക്ക് എന്താണ് വേരിയബിൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്തു. അതിന്റെ ഡയമെൻഷൻ നമ്പർ ഓഫ് റോസ് 4, കോളംസ് 5 ആണ്. ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ അതിന്റെ വാല്യൂസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. ദെൻ വീണ്ടും കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് റോയിലുള്ള എല്ലാ വാല്യൂയും കൊടുക്കുക, പിന്നെ കോമ, ദെൻ വീണ്ടും കേളി ബ്രേസസ് സെക്കൻഡ് റോയിലുള്ള എല്ലാ വാല്യൂയും കൊടുക്കുക. റോ ബൈ റോ ആയിട്ട് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് കേളി ബ്രേസസിൽ എല്ലാ വാല്യൂസും ഇടുക, പിന്നെ ലാസ്റ്റ് ആ കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റോയിലുള്ള വാല്യൂസ് 0 0 3 0 4, then 0 0 5 7 0, തേർഡ് റോയില് 0 0 0 0 0, then 0 2 6 0 0. അപ്പൊ ഇതാണ് നമ്മുടെ സ്പാർസ് മെട്രിക്സിനകത്തുള്ള വാല്യൂസ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് സൈസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ്. അതായത് നമുക്ക് ഇപ്പൊ മെട്രിക്സിന്റെ എത്ര കോളംസ് റോസ് ഉണ്ടാവും എന്നുള്ളത്, റോസ് നമുക്ക് 3 ഉള്ളതെന്ന് അറിയാം. കാരണം റോനെ റെപ്രസെന്റ് ചെയ്യാണ്, അതിന്റെ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യാണ്, ദെൻ ആ നോൺ സീറോ വാല്യൂ ഏതാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ. അങ്ങനെ 3 റോസ് ആണുള്ളത്. പക്ഷെ കോളംസ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ടോ അത്രയും കോളംസ് ഉണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈസ് എന്ന് പറഞ്ഞൊരു വേരിയബിള്, പിന്നെ ഐ ജെ കെന്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കോമ്പാക്ട് മെട്രിക്സ്, അതായത് ഈ സ്പാർസ് മെട്രിക്സിന് കോമ്പാക്ട് ഫോമിൽ വരുന്ന സമയത്ത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ്പാക്ട് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു മെട്രിക്സ് 2 ഡയമെൻഷണൽ മെട്രിക്സ് തന്നെ ഡിക്ലെയർ ചെയ്തു. അതിന് നമ്പർ ഓഫ് റോസ് നമുക്ക് 3 ആണെന്നറിയാം. കോളംസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് ആണ്. അപ്പൊ അത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ആക്ച്വലി ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം 1 2 3 4 5 6 ആണ്. ശരിക്കും 6 കോളംസേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താണ് ബൈ ഡിഫോൾട്ട് നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ അറിയില്ല. അപ്പോൾ ഒരു വാല്യൂ, ഒരു അത്യാവശ്യം വലിയൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ 10 എന്നാണ് ഞാൻ ഇവിടെ കോളംസിന്റെ എണ്ണം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ എന്നിട്ട് ആ കണ്ടുപിടിച്ച വാല്യൂ സൈസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ സൈസിന്റെ വാല്യൂ ഇവിടെ 0 ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ നോൺ സീറോ എലമെന്റ്സിനെ കൗണ്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ 2 ഡയമെൻഷണൽ അറേന്റെ കേസിൽ 1 ഡയമെൻഷണൽ ആകുന്ന സമയത്ത് എങ്ങനെയാണ്, ട്രാവേഴ്സ് ചെയ്യുമ്പോഴായാലും പ്രിന്റ് ചെയ്യുമ്പോഴായാലും ഒരു സിംഗിൾ ലൂപ്പ് മതി. ഇവിടെ എന്ന് വെച്ചാൽ റോനെ കൺട്രോൾ ചെയ്യാനും ഒരു ലൂപ്പ് വേണം, കോളത്തിനെ കൺട്രോൾ ചെയ്യാനും ഒരു ലൂപ്പ് വേണം. അതായത് ആദ്യം റോ മൊത്തം ട്രാവേഴ്സ് ചെയ്യണം, ദെൻ അടുത്ത റോ മൊത്തം, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നത്, ഐയും ജെയും വെച്ചിട്ട്. അപ്പൊ ഐന്റെ വാല്യൂ 0 ആക്കി, ദെൻ ഐ ലെസ് ദാൻ 4 ആണോ എന്ന് ചെക്ക് ചെയ്തു.
അതായത് നമുക്ക് ഇവിടെ 4/5 ആണ് നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ, സ്പാർസ് മെട്രിക്സിന്റെ. അതുകൊണ്ടാണ് I less than 4 ആണോ നോക്കി. ദെൻ 4 ആണ് എങ്കിൽ ഫസ്റ്റ് 4 ആണ്, ഫസ്റ്റ് 0 ആണല്ലോ, അപ്പോൾ 0 less than 4 ആണ്, ട്രൂ ആണ്. ദെൻ ജെയിന്റെ വാല്യൂ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഐന്റെ വാല്യൂ 0, ജെയിന്റെ വാല്യൂ 0. ജെ ലെസ് ദാൻ 5 ആണോ? യെസ്. 0 ലെസ് ദാൻ 5 ആണ്. 0 0 എന്നാണ് ഐന്റെയും ജെയിന്റെയും വാല്യൂ ഉണ്ടാവുക. ദെൻ ഈ സ്പാർസ് മെട്രിക്സ് ഓഫ് ഐ ജെ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ, അതായത് സ്പാർസ് മെട്രിക്സിൽ ഇപ്പൊ ഫസ്റ്റ് എന്താ ഉണ്ടാവുക? 0 0 0 0 എന്ന് പറഞ്ഞ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കി. നോട്ട് ഈക്വൽ ടു 0 ആണോ? ഇതില് നോട്ട് ഈക്വൽ ടു 0 അല്ല, 0 ആണ് വാല്യൂ അല്ലെ. അപ്പൊ സൈസിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ആണ് എങ്കിൽ മാത്രമാണ് സൈസ് വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇവിടെ സൈസ് വാല്യൂ എന്താണ്? 0 ആയതുകൊണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല. ദെൻ വീണ്ടും എന്താണ്? ജെയിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഇന്നർ ലൂപ്പ് ആണ്, ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇത് വർക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഐന്റെ വാല്യൂ 0 വെച്ചിട്ട് ജെ 0 1 2 3 4 വരെ പോകും. പിന്നെ ആണ് ഐ വീണ്ടും 1 ആക്കിയിട്ട് വീണ്ടും ജെയിന്റെ വാല്യൂ 0 1 2 3 4, അതായത് ഐ 0 ആയിട്ട് ഈ മൊത്തം കോളം എലമെന്റ്സ് എടുക്കും. ദെൻ ഐ വീണ്ടും 1 ആക്കും. ദെൻ മൊത്തം കോളം എലമെന്റ്സ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നർ ലൂപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു, എങ്ങനെയാണ് എക്സിക്യൂഷൻ. ദെൻ അപ്പോൾ I0 J1 ആവുന്ന സമയത്ത് സ്പാർസ് മെട്രിക്സ് 0 1ന്റെ വാല്യൂ, അതായത് 0 ആണ്. അപ്പൊ നോട്ട് 0 അല്ല, നോട്ട് 0 അല്ല, 0 തന്നെയാണ്. അപ്പൊ സൈസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യില്ല. ഇപ്പൊ വീണ്ടും ജെന്റെ വാല്യൂ ഒന്ന് കൂട്ടി, അപ്പൊ 0 2 ആയി. 0 2ല് 3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് അല്ലെ. അതായത് സ്പാർസ് മെട്രിക്സ് ഓഫ് 0 3 എന്ന് പറയുന്നത് എന്താണ്? 0 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സൈസിന്റെ വാല്യൂ ഒന്ന് കൂട്ടി. അപ്പൊ സൈസിന്റെ വാല്യൂ ഇപ്പൊ 0 ഒന്ന് കൂടിയിട്ട് 1 ആയി. വീണ്ടും നമ്മൾ ജെന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 3 ആക്കി. 3 ലെസ് ദാൻ 5 ആണ്. ഓക്കെ. അപ്പൊ വീണ്ടും സ്പാർസ് മെട്രിക്സ്, അപ്പൊ 0 3ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കി. ബട്ട് ഈക്വൽ ടു 0 ആണ് ഇവിടെ. വീണ്ടും ജെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 4 ആക്കി. ദെൻ 0 സ്പാർസ് മെട്രിക്സ് 0 4 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കി. നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലെ. 4 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പൊ സൈസിന്റെ വാല്യൂ വീണ്ടും ഒന്ന് കൂട്ടി, അതായത് നേരത്തെ 1 ആയിണ്ടായിരുന്നു, ഇപ്പൊ 2 ആയി. അങ്ങനെ നമ്മള് മൊത്തം എലമെന്റ്സും ട്രാവേഴ്സ് ചെയ്തിട്ട് നോൺ സീറോ എലമെന്റ്സ് 0 എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് സൈസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ സൈസിൽ ലാസ്റ്റ് ഫൈനലി എത്രയായിരിക്കും സൈസിന്റെ വാല്യൂ? 1 2 3 4 5 6 ആയിരിക്കും സൈസിന്റെ വാല്യൂ വരിക. ദെൻ അപ്പൊ നമുക്ക് ഇനി നമുക്ക് മനസ്സിലാവും കോമ്പാക്ട് മെട്രിക്സിന്റെ കോളംസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര വരും? സൈസിന്റെ വാല്യൂ, അതായത് 6 കോളംസ് ഉണ്ടാവും. റോസ് നമുക്ക് ഓൾറെഡി 3 ആണെന്ന് അറിയാം, കാരണം റോ കോളം വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ 3 റോസ് ഉണ്ടാവും. ദെൻ നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് 6 ആണെന്ന് കണ്ടുപിടിച്ചു, അപ്പൊ 6 കോളംസും ഉണ്ടാവും. അപ്പൊ നമ്മുടെ കോമ്പാക്ട് മെട്രിക്സിന്റെ ഓർഡർ എന്താ വരിക? 3/6 ആയിരിക്കും വരിക. ഇനി നമുക്ക് അപ്പൊ കോമ്പാക്ട് മെട്രിക്സിലേക്ക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഓരോ എലമെന്റ്സിനെയും ട്രാവേഴ്സ് ചെയ്തിട്ട് എന്താണ് നോൺ സീറോ ആണെങ്കിൽ എടുത്തിട്ട് കോമ്പാക്ട് മെട്രിക്സിലേക്ക് ഇടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും 2 ലൂപ്പ് കൊടുക്കുക. ദെൻ സ്പാർസ് മെട്രിക്സ് ഓഫ് ij നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ, അതായത് നോൺ സീറോ വാല്യൂ വരുന്ന കേസിൽ കോമ്പാക്ട് മെട്രിക്സിലേക്ക് ഫസ്റ്റ് റോയില്, അതായത് ഫസ്റ്റത്തെ റോയില് കെ എന്ന് പറഞ്ഞ ഇൻഡെക്സ്, കെന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0ലാണ്. 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ റോയില് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് അതില് ഫസ്റ്റ്, അതായത് അതിന്റെ റോ ഇൻഡെക്സ് ഏത് എലമെന്റ് ആണോ നോൺ സീറോ ആവുന്നത് ആ എലമെന്റിന്റെ റോ ഇൻഡെക്സ് 0kയിലേക്കും കോളം ഇൻഡെക്സ് 1kയിലേക്കും ദെൻ അതിന്റെ വാല്യൂ, ആ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള വാല്യൂ, അതായത് സ്പാർസ് മെട്രിക്സ് ഓഫ് ij എന്ന് പറഞ്ഞ വാല്യൂ എടുത്തിട്ട് കോമ്പാക്ട് ഓഫ് 2kയിലേക്കും ഇടും. ദെൻ വീണ്ടും kന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക.
അതായത് ഫസ്റ്റത്തെ കോളം ഫില്ലായി കഴിഞ്ഞു. ഒരു നോൺ സീറോ എലമെന്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ഫില്ലായി. ദെൻ അടുത്ത കോളത്തിലേക്ക് പോകണം. അടുത്ത കോളത്തിലേക്ക് പോകുന്ന സമയത്ത് 0 1 ആദ്യം 0 0 1 0 2 0 ആയിരിക്കും. പിന്നെ k വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 0 1 1 1 2 1 അങ്ങനെയാവും. അങ്ങനെ എല്ലാ എലമെന്റ്സും എന്താണ് കോമ്പാക്ട് മെട്രിക്സിലേക്ക്, നോൺ സീറോ എലമെന്റ്സിനെ എല്ലാം കോമ്പാക്ട് മെട്രിക്സിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യണം, ഈ കോമ്പാക്ട് മെട്രിക്സിനെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും 2 ലൂപ്പ് യൂസ് ചെയ്യണം. അതും 2 ഡയമെൻഷണൽ കോമ്പാക്ട് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേ തന്നെയാണല്ലോ. അപ്പൊ അതിൽ പ്രിന്റ് ചെയ്യാനും 2 ലൂപ്പ് യൂസ് ചെയ്യും. പിന്നെ ജെയുടെ വാല്യൂ, അതായത് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് സൈസിന്റെ വാല്യൂ, അതായത് നോൺ സീറോ എലമെന്റ്സിന്റെ എണ്ണത്തിന് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ജെ ലെസ് ദാൻ സൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം ഓരോ എലമെന്റ്സിനെയും എന്ത് ചെയ്യാം, കോമ്പാക്ട് മെട്രിക്സിലുള്ള ഓരോ ഐജിനെയും എടുത്തിട്ട് പ്രിന്റ് ചെയ്യാം. ദെൻ ഇത് പ്രിന്റ് ഓഫ് സ്ലാഷിന് കൊടുക്കുന്നത് നമ്മൾ ന്യൂ ലൈന്, അതായത് ഓരോ റോ പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈൻ കൊടുത്തിട്ട് അടുത്ത റോ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇത് മൊത്തം കോളം എലമെന്റ്സ് പ്രിന്റ് ചെയ്യാനാണ് ഈ ലൂപ്പ്. അതിനുശേഷം നെക്സ്റ്റ് റോയിൽ പോകുന്നതിന് മുന്നേ, അതായത് ഐ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ന്യൂ ലൈനിലേക്ക് പോകും, ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. അങ്ങനെ മൊത്തം എലമെന്റ്സും കോമ്പാക്ട് മെട്രിക്സിലെ എലമെന്റ്സും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ വിസിബിൾ ആവുന്നതിന് വേണ്ടി getCH ഫംഗ്ഷനെ കോൾ ചെയ്തു. പിന്നെ റിട്ടേൺ 0 ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ മെയിനിന്റെ റിട്ടേൺ ടൈപ്പ് ഇന്റ് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് അതൊന്ന് എന്ത് ചെയ്ത് നോക്കാം, കമ്പൈൽ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് 2 പ്രാവശ്യം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അത് ക്ലിയർ സ്ക്രീൻ കൊടുക്കാത്തത് കാരണമാണ്. ക്ലിയർ സ്ക്രീൻ കൊടുത്തിട്ട് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോറി, ക്ലിയർ സ്ക്രീന് നമ്മൾ എന്താണ്, പ്രോഗ്രാമിന്റെ മെയിൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഡിക്ലറേഷൻ ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിയർ സ്ക്രീൻ കൊടുക്കാൻ പറ്റും. സോറി, ഓക്കെ, ഇനി കമ്പൈൽ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് വന്നത്. ഫസ്റ്റത്തെ നോൺ സീറോ വാല്യൂ 3 ആയിരുന്നു. അതെന്ന് പറയുന്നത് 0th റോയില് സെക്കൻഡ് കോളത്തിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എല്ലാ നോൺ സീറോ എലമെന്റ്സിനും 6 നോൺ സീറോ എലമെന്റ്സ് ഏതൊക്കെയാ, 3 4 5 7 2 6, അങ്ങനെ 6 നോൺ സീറോ എലമെന്റ്സിനെയും പ്രിന്റ് ചെയ്തു. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളം വാല്യൂ ആണ് അതിന്റെ തൊട്ട് മുകളിൽ ഉണ്ടാവുക. അങ്ങനെ 3 റോസ് ഉള്ള 6 കോളംസ് ഉള്ള ഒരു കോമ്പാക്ട് മെട്രിക്സ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ഒറിജിനൽ മെട്രിക്സിനെ മാറ്റി. ഇത്രയാണ് സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ യൂസിങ് അറേ പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കുക. താങ്ക് യു.